ഗുഡ് മോർണിംഗ്. കോർപ്പറേഷൻ്റെ 2 ചാപ്റ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. 3-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. KCSA പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ആരാണ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇവ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സൊസൈറ്റിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സൊസൈറ്റിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പം വേണ്ടത്ര ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. KCSAയുടെ 3-ാമത്തെ വകുപ്പ് മുതൽ 8A വരെയുള്ള വകുപ്പുകളിലാണ് ഈ രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3 മുതൽ 8A വരെ. 3-ാമത്തെ സെക്ഷനിൽ പറയുന്നത് രജിസ്ട്രാറെ കുറിച്ചാണ്. സെക്ഷൻ 3ൽ പറയുന്നത് Registrar is the person appointed by the government for registration of cooperative societies. He is the ultimate authority take decision about the cooperative societies in a state. അപ്പോൾ ഗവൺമെൻറ് സഹകരണ സ്ഥാപനങ്ങളെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, സഹകരണ സ്ഥാപനങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്, രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഇതിൽ എംപവേഴ്സ് ദ ഗവൺമെൻറ് ടു കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് രജിസ്ട്രാർ. രജിസ്ട്രാറുടെ എല്ലാ ചുമതലകളോടും കൂടിയിട്ട് ഗവൺമെൻറ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, രജിസ്ട്രാർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഒരു സ്റ്റേറ്റിലെ ഏത് തരത്തിലുമുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം, അധികാരം, ചുമതല ആർക്കാണുള്ളത്, ഈ രജിസ്ട്രാർക്കാണ് ഉള്ളത്. അപ്പോൾ 1-ാമത്തെ കാര്യം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 1-ാമത്തെ കാര്യം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു രജിസ്ട്രാർ വേണം. അപ്പോൾ രജിസ്ട്രാറുടെ നിയമനമാണ് 1-ാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ. അതൊരു essay ആണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു essay ആണ് പ്രൊസീജിയർ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ്. അതല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം, ഹൗ ക്യാൻ വി ഫോം എ സൊസൈറ്റി, നമുക്ക് എങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇങ്ങനെ പല രീതിയിൽ ഇത് ചോദിക്കാറുണ്ട്. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള 1-ാമത്തെ സ്റ്റെപ്പ്, 1-ാമത്തെ പ്രൊസീജിയറാണ് എന്ത്, ഒരു രജിസ്ട്രാറുടെ നിയമനം. ഒരു രജിസ്ട്രാറുടെ എല്ലാ അധികാരങ്ങളോടും കൂടി സർക്കാർ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റിലെ മുഴുവൻ സൊസൈറ്റികളെ, ഏത് തരത്തിലും പെട്ട സൊസൈറ്റികളെ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആ വ്യക്തിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, രജിസ്ട്രാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ അപ്പോയിൻമെൻറ്റ് ഓഫ് രജിസ്ട്രാർ ഓർ രജിസ്ട്രാർ. സെക്ഷൻ 3ലാണ് രജിസ്ട്രാറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി 2-ാമത്തെ പ്രൊസീജിയർ, 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 4ൽ സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. എങ്ങനെയുള്ള സൊസൈറ്റികളാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സൊസൈറ്റി ഇസ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊമോട്ട് ദ കോമൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഓർ ദ പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ എങ്ങനെയുള്ള സൊസൈറ്റി, ഏത് സൊസൈറ്റിയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക KCSA പ്രകാരം? ഒരു സൊസൈറ്റി നമ്മൾ രൂപീകരിക്കുന്നത് അതിലെ മെമ്പർമാരുടെ പൊതുവായ സാമ്പത്തിക ഉന്നതി ലക്ഷ്യമാക്കിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുവായ സാമ്പത്തിക ഉന്നതി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നത് എങ്കിൽ, അത്തരത്തിൽ അങ്ങനെയൊരു ലക്ഷ്യമുള്ള സൊസൈറ്റിയെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന സൊസൈറ്റി എങ്ങനെയായിരിക്കണം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതായിരിക്കണം. പൊതുവായ ലക്ഷ്യങ്ങൾ എന്താ, ലക്ഷ്യമെന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓർ പബ്ലിക്, ആൻഡ് ദാറ്റ് സൊസൈറ്റി മസ്റ്റ് ഫോളോ ദി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇടയ്ക്ക് പറഞ്ഞാണ് നിങ്ങളോട്, വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇങ്ങനെ 7 പ്രിൻസിപ്പിൾസ് ഉണ്ട് കോപ്പറേഷന്. ഈ 7 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതും മെമ്പർമാരുടെയും പബ്ലിക്കിൻ്റെയും കോമൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയും രൂപീകരിക്കുന്ന സൊസൈറ്റികൾ മാത്രമേ KCSAയുടെ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2-ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് സൊസൈറ്റിയാണോ നോക്കണം. ഈ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇക്കണോമിക് പ്രൊമോഷനാണോ, അത് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനി 3-ാമത്തെ സ്റ്റെപ്പ്, രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 5
5 പറയുന്നതാണ് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് KCSA ഓൺലി ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ് ക്യാൻ ബി രജിസ്റ്റേർഡ്. KCSAയുടെ 5-ാമത്തെ വകുപ്പ് പ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് മുമ്പുള്ള ആക്റ്റുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണല്ലോ. 1913-ലെയും 14-ലെയും 52-ലെയും 32-ലെയൊക്കെ ആക്റ്റുകൾ നമ്മൾ കണ്ടതാണ്. ആ ആക്റ്റിലൊക്കെ എന്ത് ചെയ്യാമായിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റികളും രജിസ്റ്റർ ചെയ്യാമായിരുന്നു. എന്നാൽ KCSA രൂപീകൃതമായതു മുതൽ എത്തരത്തിലുള്ള സൊസൈറ്റി മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ? ലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള സൊസൈറ്റികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പം പണ്ടത്തെ നിയമപ്രകാരം, അതായത് 1913-ലെ നിയമപ്രകാരമോ 14-ലെ നിയമപ്രകാരമോ ഒക്കെ രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി 1969 ശേഷവും ഉണ്ട് എന്ന് വിചാരിക്കുക, അൺലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടിയിട്ട്. അന്ന് അത് അൺലിമിറ്റഡ് ലയബിലിറ്റി രജിസ്റ്റർ ചെയ്താൽ അന്ന് അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ KCSA വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ആ അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ ആ ലയബിലിറ്റി സൊസൈറ്റി എന്താക്കി മാറ്റണം? അതിൻ്റെ ലയബിലിറ്റിയെ ലിമിറ്റഡ് ആക്കിയിട്ട് മാറ്റണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1969 ശേഷം നമ്മുടെ കേരളത്തിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളൊന്നും ഇല്ല. 1969 ആക്ട് പ്രകാരം ഒരു സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ സൊസൈറ്റി എങ്ങനെയുള്ളതായിരിക്കണം? അതിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മളും എത്ര കാര്യങ്ങൾ പറഞ്ഞു? 1, രജിസ്ട്രാറെ നിയമിക്കണം. 2, സൊസൈറ്റിയുടെ എയിം എന്ന് പറയുന്നത് കോമൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോഷൻ ആയിരിക്കണം. അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കണം? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതായിരിക്കണം. 3-മത്തേത് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി 4-മത്തേത് സെക്ഷൻ 6 റൂൾ 3-ലാണ് പറയുന്നത്. അണ്ടർ സെക്ഷൻ 6 റൂൾ 3 ഓഫ് KCSA 1969 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നാണ് ഈ സെക്ഷനകത്ത് പറയുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം, നിശ്ചിത ഫോമിൽ. ഏതെങ്കിലും ഒരു വെള്ളക്കടലാസിൽ എഴുതി ആപ്ലിക്കേഷൻ കൊടുത്താൽ പോരാ. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. Registration of a cooperative society as per section 1, the application for registration should be in the prescribed form. അതായത് ഫോം നമ്പർ 1 ആണ്. ഫോമിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോം നമ്പർ 1-ൽ it should be submitted to the registrar. ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ നിശ്ചിത ഫോമിൽ തയ്യാറാക്കി കയ്യിൽ വെച്ചാൽ പോരാ, അത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൊസൈറ്റി ഇല്ലേ, ആ സൊസൈറ്റിയുടെ പ്രൊപ്പോസ്ഡ് ബൈലോസ്, അതായത് നമ്മൾ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിയമാവലി, 3 കോപ്പീസ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് ബൈലോസ് ഓഫ് ദി സൊസൈറ്റി. നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സൊസൈറ്റിയുടെ ബൈലോയുടെ നിയമാവലി, ബൈലോ എന്ന് പറഞ്ഞാൽ നിയമാവലി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബൈലോയുടെ 3 കോപ്പികൾ ആപ്ലിക്കേഷൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ബാങ്ക് ഓർ ബാങ്ക് സ്റ്റേറ്റിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദി പ്രൊപ്പോസ്ഡ് സൊസൈറ്റി. നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സൊസൈറ്റിയുടെ ബാങ്ക് ബാലൻസ്, അതിന് കുറച്ചെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, ബാങ്കിൽ ബാലൻസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ബാങ്കിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തേത് a list of persons in duplicate who have contributed the shares together with the amount contributed and the entrance fees paid. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ്, അത് ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനലും വേണം ഡ്യൂപ്ലിക്കേറ്റും വേണം. അപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ്, മെമ്പർഷിപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? ഷെയർ പർച്ചേസ് ചെയ്യുമ്പോഴാണ് അവർക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ മെമ്പർമാരുടെ ഒരു ലിസ്റ്റും അവർ എത്ര രൂപയാണ് ഷെയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയുടെ ഷെയർ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഒരു മെമ്പറായിട്ട് ചേരുമ്പോൾ അവർക്കൊരു എൻട്രൻസ് ഫീസ് വാങ്ങാറുണ്ട്, മെമ്പർമാരിൽ നിന്ന് എൻട്രൻസ് ഫീസ് വാങ്ങാറുണ്ട്. അപ്പം ആ എൻട്രൻസ് ഫീസ് കൊടുത്തതിന് തെളിവ്, അതിൻ്റെ ലിസ്റ്റ്. അപ്പം മെമ്പർമാരുടെ ലിസ്റ്റ്, അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ ലിസ്റ്റ്, അവരുടെ എൻട്രൻസ് ഫീസിൻ്റെ ലിസ്റ്റ്, ഈ കാര്യങ്ങളും ഏതിൻ്റെ കൂടെ വെക്കണം? നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കണം. മൂന്നാമതായിട്ട് എ സ്കീം ഷോയിങ് ദ ഡീറ്റെയിൽസ് ആസ് ടു ദ സൗണ്ട്നെസ് ഓഫ് ദി ബിസിനസ് ഓഫ് ദി സൊസൈറ്റി.
സൗണ്ട് ബിസിനസ്സാണ് ഈ ഫേം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യാൻ പോകുന്നത് എന്നതിന് സാക്ഷ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന എന്ത് സ്കീമാണ് സൗണ്ട് ബിസിനസ് നടത്താനായിട്ടുള്ള ഒരു കപ്പാസിറ്റി സൊസൈറ്റിക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ സച്ച് അതർ ഇൻഫോർമേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആസ് മേ ബി റിക്വയർഡ് ബൈ ദി രജിസ്ട്രാർ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. അതോടൊപ്പം രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന ഏത് ഡോക്യുമെൻറ്റും ഏത് ഇൻഫോർമേഷനും കൊടുക്കാനായിട്ട് സൊസൈറ്റി ബാധ്യസ്ഥമാണ്. അപ്പം ഈ ആപ്ലിക്കേഷന് ഒരു നിശ്ചിത ഫോമിലെ ആപ്ലിക്കേഷൻ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പീസ്, പിന്നെയോ ബാങ്കിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നവരുടെ ലിസ്റ്റ്, അവരുടെ കോൺട്രിബ്യൂഷന്, അവരുടെ എൻട്രൻസ് ഫീസിൻ്റെ ലിസ്റ്റ്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ സ്കീമിന് സൗണ്ട് ബിസിനസ് ആണ് എന്നുള്ളതിനെ വ്യക്തമാക്കുന്ന എന്ത് സ്കീമാണെന്നുള്ളത് വ്യക്തമാക്കുന്ന, അതുപോലെ തന്നെ മറ്റെന്ത് ഇൻഫോർമേഷൻ ആവശ്യപ്പെടുന്നോ അത്. ഇതെല്ലാം കൂടി നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കണം. ഈ ആപ്ലിക്കേഷനിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് KCSA പ്രകാരം മിനിമം 25 ആളുകൾ ഒപ്പിട്ടിരിക്കണം. അത് വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികൾ തന്നെ ഡിഫറെൻറ്റ് ഫാമിലിയിൽപ്പെട്ട വ്യക്തികൾ തന്നെ അതിൽ ഒപ്പിടാം. ഇനി ഒരു സൊസൈറ്റിയിൽ വേറൊരു സൊസൈറ്റിക്ക് അംഗമാകാനായിട്ട് പറ്റും, ഒരു സൊസൈറ്റിയിൽ ഗവൺമെൻറ്റിന് അംഗമാകാനായിട്ട് പറ്റും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗമാകാനായിട്ട് പറ്റും. അപ്പം വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികൾ 25 പേര് അതിനകത്ത് ഒപ്പിടും. ഇനി ഗവൺമെൻറ്റാണ് അംഗം ആയിട്ട് വരുന്നതെങ്കിൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത ഒരു വ്യക്തി അതിൽ ഒപ്പിടണം. അതുപോലെ തന്നെ വേറൊരു സൊസൈറ്റിയാണ് അംഗമായിട്ട് വരുന്നതെങ്കിൽ ആ സൊസൈറ്റി ഓതറൈസ് ചെയ്ത വ്യക്തികൾ ഒപ്പിടണം. മാത്രവുമല്ല അങ്ങനെ വേറൊരു സൊസൈറ്റിയിൽ അംഗത്വം എടുക്കാനായിട്ട് ഈ സൊസൈറ്റി തീരുമാനിച്ചുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കും പൊതുയോഗത്തിൽ. ആ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പിയും ഏതിൻ്റെ കൂടെ ഉണ്ടാവണം? ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ ഉണ്ടാവണം. വ്യക്തികൾ മാത്രം ഇൻഡിവിജ്വൽസ് മാത്രമാണെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. വേറെ സൊസൈറ്റിയാണ് അംഗമായിട്ട് വരുന്നതെങ്കിൽ ആ സൊസൈറ്റിയിൽ ഈ അംഗത്വവുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പിയും ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ രജിസ്ട്രാർക്ക് ഇത് നേരിട്ട് ഹാജരാക്കുകയോ അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുകയോ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ 4 പ്രൊസീജിയർ മനസ്സിലായില്ലേ? ഒന്നും കൂടി പറയാം. 1, രജിസ്ട്രാർ. 2, ഏത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട സൊസൈറ്റി KCSA പ്രകാരമുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. 3-മത്തേത് ലിമിറ്റഡ് ലയബിലിറ്റി ആണോ എന്ന് ഉറപ്പുവരുത്തുക. 4-മത്തെ കാര്യം ആപ്ലിക്കേഷൻ കൊടുക്കുക. 5-മത്തേതാണ് രജിസ്ട്രേഷൻ. സെക്ഷൻ 7 റൂൾ 4 അതിനെക്കുറിച്ച് പറയുന്നത്. രജിസ്ട്രേഷൻ അതായത് രജിസ്ട്രാറുടെ അടുത്ത് ആപ്ലിക്കേഷൻ കിട്ടിയ ഉടനെ തന്നെ രജിസ്ട്രാർ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുകയല്ല ചെയ്യുന്നത്. കിട്ടിയ ആപ്ലിക്കേഷന് എല്ലാ ഫോർമാലിറ്റീസും ഉള്ളതാണോ എന്ന് എൻഷുർ ചെയ്യണം. കിട്ടിയ ആപ്ലിക്കേഷൻ എല്ലാ ഫോർമാലിറ്റീസും ഉള്ളതാണോ എന്ന്, അതായത് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ എന്ന് നോക്കണം. അപ്പോൾ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. KCSAയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും പാലിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ കൂടെ വെച്ചേക്കണമെന്നൊക്കെ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടില്ലേ? അതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നത് KCSAയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് എന്ന് ആര് ഉറപ്പാക്കണം? രജിസ്ട്രാർ. ഇതെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യണം, സൂക്ഷ്മ പരിശോധന നടത്തുകയാണ്. അപ്പോൾ ആ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യുക. രണ്ടാമതായിട്ട് ഒബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4. സെക്ഷൻ 4-നകത്ത് പറഞ്ഞില്ലായിരുന്നു ഒരു സൊസൈറ്റിയുടെ എയിം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പ്രൊമോട്ട് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ എയിമോട് കൂടിയിട്ട് ആണോ സൊസൈറ്റി ഒബ്ജക്റ്റ് അതാണോ എന്ന് എൻഷുർ ചെയ്യണം. 3-മത്തേത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ഷുഡ് നോട്ട് ബി ഓവർലാപ്പ് ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി അനദർ സൊസൈറ്റി. അതായത് നമ്മളിപ്പം രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് മറ്റൊരു സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയിലേക്ക് കടന്നിട്ടില്ല എന്നത്, അതിരു മാന്തിയിട്ടില്ലെന്ന് മനസ്സിലായി. നമ്മളിപ്പം രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സൊസൈറ്റിയുടെ ഏരിയ എന്ന് പറയും 1-2 വില്ലേജോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഒക്കെ ആയിരിക്കും ഒരു ഏരിയ ആയിട്ട് വരുന്നത്. അപ്പം അതേ പഞ്ചായത്തിൽ തന്നെ ഇതേപോലെ വേറൊരു സൊസൈറ്റി ഇല്ല. വേറൊരു സൊസൈറ്റിയുടെ ഏരിയ ഈ പഞ്ചായത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അതായത് ഓരോ സൊസൈറ്റികൾക്കും ഒരു നിശ്ചിത ഏരിയ ഉണ്ടാവും, അതിർത്തികളുണ്ടാവും. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയുടെ അതിർത്തിയിലേക്ക് കടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. നമ്മൾ ബൈലോയുടെ 3 കോപ്പി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ആ നമ്മുടെ ബൈലോ എന്ന് പറയുന്നത് KCSAയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ളത് അല്ല.
എല്ലാം അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ എന്ന് രജിസ്ട്രാർ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സൗണ്ട് ബിസിനസ്. നല്ല രീതിയിൽ ബിസിനസ് നടത്താൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ സൊസൈറ്റിക്കുണ്ട് എന്ന് എൻഷുർ ചെയ്യണം. അത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ രജിസ്ട്രാർ എന്ത് ചെയ്യുള്ളൂ, ഈ സൊസൈറ്റിയുടെ പേര് രജിസ്ട്രാറുടെ രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ 5 കണ്ടീഷൻസ് എൻഷുർ ചെയ്യണം. അതായത് 5 കാര്യങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. ഈ സെക്ഷൻ പ്രകാരം ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഉണ്ട് എന്ന് രജിസ്ട്രാർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, ഈ സൊസൈറ്റിയുടെ പേര് രജിസ്റ്റർ ബുക്കിലേക്ക് എൻ്റർ ചെയ്യുകയും സൊസൈറ്റിക്ക് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. ആ സർട്ടിഫിക്കറ്റിൽ രജിസ്ട്രാറുടെ പേര്, ഒപ്പ്, സീല് ഒക്കെ പതിപ്പിച്ചുകൊണ്ടുള്ള രജിസ്റ്റർ നമ്പർ ഇട്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിലോ സൊസൈറ്റിയിലോ പോവുകയാണെങ്കിൽ അതിൻ്റെ നോട്ടീസ് ബോർഡിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി പതിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ഒരു നമ്പർ, രജിസ്റ്റർ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. എല്ലാ സൊസൈറ്റികളും അവരുടെ ഓഫീസിൻ്റെ മുൻപിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പതിപ്പിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്യും, KCSA നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. സെക്ഷൻ 8A പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഒരു പ്രൈമറി സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ ആ സൊസൈറ്റിയുടെ തൊട്ട് മുകളിലത്തെ സൊസൈറ്റിയാണ് ഏത്, ഡിസ്ട്രിക്ട് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ അഫിലിയേഷൻ വാങ്ങിയിരിക്കണം. ഇനി ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ബാങ്കാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവരുടെ മുകളിലുള്ള സൊസൈറ്റിയാണ് ഏത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിന്ന് ഏറ്റവും ടോപ്പിലായിട്ടുള്ള സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ അംഗീകാരം വേണം. നമ്മളൊരു സൊസൈറ്റി തുടങ്ങും, ഇപ്പോൾ നമ്മളൊരു കോളേജ് തുടങ്ങുകയാണെങ്കിൽ ആ കോളേജിന് അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അഫിലിയേഷൻ വേണ്ടേ, അതേപോലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുമ്പോൾ ആ സൊസൈറ്റിക്ക് അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയുടെ അംഗീകാരം വേണം. ആ അപ്പെക്സ് സൊസൈറ്റിയുടെ അംഗീകാരം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്, അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. അത് സെക്ഷൻ 8A പറയുന്നത്. അപ്പം നമ്മുടെ SA കഴിഞ്ഞു. SA എന്ന് പറയുന്നത് ഏതാണ്, രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓഫ് എ സൊസൈറ്റി, ഓർ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി, ഓർ ഹൗ ക്യാൻ വി ഫോം എ സൊസൈറ്റി, അല്ലേ? ഒരു സൊസൈറ്റി ഫോം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് പറഞ്ഞത്. സെക്ഷൻ 3 മുതൽ സെക്ഷൻ 8A വരെയാണ് പറയുന്നത്. സെക്ഷൻ 3 രജിസ്ട്രാറുടെ നിയമനം, സെക്ഷൻ 4 സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ്, അതല്ലെങ്കിൽ ഏത് സൊസൈറ്റി നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്, ഏത് സൊസൈറ്റിയാണ്, പ്രൊമോട്ട് ദ കോമൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. സെക്ഷൻ 4 സെക്ഷൻ 4 വിച്ച് സൊസൈറ്റി, സെക്ഷൻ 5 ലിമിറ്റഡ് ലയബിലിറ്റി, സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, സെക്ഷൻ 7 സ്ക്രൂട്ടിനി, സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷമേ എന്താകുന്നുള്ളൂ, ഒരു സൊസൈറ്റി രജിസ്റ്റേർഡ് ആകുന്നുള്ളൂ. എങ്കിൽ മാത്രമേ അതിന് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, താങ്ക് യു.